ഹല്ലേലൂയ. മനോഹരമായി നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ഇത് പ്രഭാത സമയമാണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് ആയിരിക്കുന്ന രാത്രിയുടെ യാമത്തിലൊക്കെയും ആയിരിക്കുന്നവർ ഈ മീറ്റിങ്ങിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പല ടൈം സോണുകളിൽ, പല സാഹചര്യങ്ങളിൽ, പല ഭവനങ്ങളിൽ, പല അവസ്ഥകളിൽ നിന്ന് ഈ മീറ്റിങ്ങിലേക്ക് ചേർന്ന് വന്നിരിക്കുന്ന ഒരു നല്ല കൂട്ടം ശ്രേഷ്ഠമതികളായ ദൈവദാസിമാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹാലേലുയ. കർട്ടന്റെ പുറകിൽ പിന്നാമ്പുറങ്ങളിൽ അഭിഷിക്തന്മാരും നമ്മുടെ യൗവനക്കാരായ അല്ലെങ്കിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടാകും. എല്ലാവരെയും ഞാൻ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ആദ്യമേ തന്നെ കാലങ്ങളും കാലാന്തരങ്ങളും സമയങ്ങളും നമുക്ക് വ്യത്യാസമില്ലെങ്കിലും ഹാലേലുയ ആമേൻ, നമ്മുടെ കലണ്ടർ അനുസരിച്ച്, ലോകത്തിന്റെ ഒരു ഗതിവിധി അനുസരിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വച്ചിരിക്കുമ്പോൾ ആമേൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുതിയ സംവത്സരം, ഈ ഒരു പുതിയ വർഷം അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവപ്രവർത്തിയുടെയും ഹാലേലൂയ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ആശംസിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി പ്രിയ ഹാലേലൂയ ഫേബാൻഡി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കുമായി കർത്താവിന് നന്ദി പറയുന്നു. മുഴുവൻ മഹത്വവും എല്ലാ പ്രശംസയും എൻ്റെ നല്ല കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ കൂട്ടായ്മ തുടങ്ങിയ ആ സമയം മുതൽ എപ്പോഴും ഒന്നും എനിക്ക് ഇതിനകത്ത് വരുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഫേബാൻഡി അന്നും ഇന്നും മുടങ്ങാതെ ആ ലിങ്ക് എൻ്റെ ഡിവൈസിൽ വരുമ്പോൾ ആമേൻ, വിശുദ്ധ കള്ളമല്ല, സത്യമാ പറയുന്നത്. ആ ലിങ്ക് വരുമ്പോൾ കർത്താവ് ഒരു സെക്കൻഡെങ്കിലും അതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. പലപ്പോഴും യാത്രകളിലും ആമേൻ, നമ്മുടെ ഉപജീവനത്തിന്റെ ഓട്ടം, ജോലികളില് പലയിടത്തും പല സാഹചര്യങ്ങളായിരിക്കും. ആ ലിങ്ക് എപ്പോ വരുന്നോ ഹാലേലൂയ, കർത്താവേ തന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന ഒരു പ്രൈസ് ദി ലോർഡ് ഹൃദയത്തിൽ നിന്നൊരു ആമേൻ, സ്തോത്രത്തിന്റെ ഒരു വാക്കെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഉച്ചരിപ്പാൻ ദൈവം സഹായിച്ചു. പ്രിയ കർത്തൃദാസി, അന്നു മുതൽ ഇന്നു വരെയും ആമേൻ, എനിക്കറിയാം ഈ പ്ലാറ്റ്ഫോമില് അനേക ശ്രേഷ്ഠമതികളായ ലോകത്തിൽ പ്രശസ്തരായ അനേകര് വന്ന് നിന്ന് ശുശ്രൂഷിച്ച ഒരു പുൾപിറ്റാണിത്. ഹാലേലുയ. ഏഴയായി അടിയനും ഈ പകൽക്കാലം, ഈ ഹാലേലുയ ആരംഭ ദിനത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് ഒരുക്കിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ആമേൻ. സിംഗപ്പൂരിന്റെ പ്രദേശത്ത് ഹാലേലൂയ എബനേസർ ചർച്ച്, ആമേൻ, യഹോവ നമ്മെ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞ് സ്റ്റോൺ ഓഫ് ഹെൽപ്പ്, ഹല്ലേലൂയ, അവൻ എൻ്റെ സഹായം എന്ന് പറഞ്ഞ് ആരംഭിച്ച ഈ കൂട്ടായ്മ ഇത്രത്തോളം അത് വിശാലമാക്കി കർത്താവ് തന്റെ ദാസിയെയും ദാസനെയും ഞാൻ ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ ദൈവദാസൻ ഇവിടെ ഇരുന്ന് സ്തോത്ര പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കർത്തൃദാസിയുടെ കയ്യിൽ ആമേൻ ഇത് ഏൽപ്പിച്ചിട്ട് എനിക്കറിയാം കർട്ടന്റെ പുറകിൽ താൻ അവിടെ ഉണ്ടായിരിക്കും. ഹാലേലുയ. ആമേൻ. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. ഹാലേലുയ. ഒത്തിരി താഴ്മയോടെ, ഒത്തിരി ഭക്തിയോടെ കർത്താവിന്റെ വേല ഇതുവരെയും കൊണ്ടുവരുവാൻ തന്റെ ദാസിയെയും തന്റെ കൂട്ടരെയും ഹാലേലുയ കൂടെയുള്ള പ്രിയദാസിമാരെയും പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചതിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഒത്തിരി ശ്രേഷ്ഠമതികളായ ദൈവദാസിമാർ ഹല്ലേലൂയ ഇതിന്റെ പിന്നിലുണ്ട്. പലരും വീഡിയോ ഒക്കെ ഓൺ ആക്കാതെ ആയിരിക്കുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പേരുകൾ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഒത്തിരി ഹാലേലൂയ ദൈവകൃപയിൽ നിറഞ്ഞ ആമേൻ അനുഗ്രഹത്തോടെ മനോഹരമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരുപാട് കർത്തൃദാസിമാർ ഇന്ന് പകൽക്കാലം ചേർന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ ഫേബാൻഡിയോടുള്ള സ്നേഹബന്ധത്തിലാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. ഏവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഏതാണ്ട് 58 അടുത്ത് വന്നപ്പോൾ 58ന്റെ നിറവിൽ ആയിരിക്കുമ്പോൾ എന്നേക്കാൾ പ്രായം കൂടിയവർ ഒരു പക്ഷെ ഇവിടെ കുറവായിരിക്കാം. എന്റെ സമപ്രായക്കാർ, എന്നേക്കാൾ ചെറിയ സഹോദരിമാർ, എന്റെ കൂട്ടുപ്രിയപ്പെട്ടവർ, എന്നെ ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുന്ന ചിലരൊക്കെ ഇന്ന് ഈ കൂട്ടായ്മയിൽ ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഏവർക്കും ഹാലേലുയ നല്ലവനായ കർത്താവിന്റെ നാമത്തിൽ എന്നെ ഒരിക്കൽ കൂടെ മീറ്റിംഗിനായിട്ട് ക്ഷണിച്ച ദൈവദാസിയോടും ഹാലേലുയ തന്റെ കൂട്ടായ്മയോടുമുള്ള ഹൃദയംഗമമായ നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ മക്കളെ, പ്രൈസ് ദി ലോർഡ്. നോർത്ത് ഇന്ത്യ നല്ല തണുത്ത് വിറങ്ങലിച്ച്
ഇന്ന് ഡൽഹിയിലെ ടെമ്പറേച്ചർ 8 പ്രൈസ് ദി ലോർഡ്. നല്ല തണുപ്പുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ തണുത്തു പോകാതെ ആത്മാവിൽ ചൂടുള്ളവരായി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച്, മറ്റു പല രാജ്യങ്ങളിലും നല്ല തണുപ്പിന്റെ സമയമാണല്ലോ. അതുകൊണ്ട് നാം ആരും പ്രൈസ് കമ്പിളിക്കകത്ത് ഉറങ്ങിപ്പോകാതെ, അല്ലെങ്കിൽ നമ്മുടെ ഹീറ്ററിന്റെ മുൻപിലിരുന്ന് ഉറങ്ങിപ്പോകാതെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഉണർന്നവരായി ഈ ആരംഭ ദിനത്തിൽ ദൈവ ശബ്ദം കേൾക്കാൻ കർത്താവിന്റെ മക്കളെ, ആമേൻ, നമ്മെ കർത്താവ് സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ കർത്താവിന്റെ വചനം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ, അതിന്റെ മർമ്മങ്ങൾ ആത്മാവിൽ വിവേചിപ്പാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ, യെസ്, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ ബുദ്ധിക്ക്, ചിന്തയ്ക്ക്, വിചാരത്തിന് തീരുമാനിച്ച് നാം കൊണ്ടുവന്ന വിഷയങ്ങളുടെ അപ്പുറത്ത് പ്രൈസ് ദി ലോർഡ് മറുകരയിൽ ഒരു മറുപടി എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം അയക്കുന്നതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്ത ദേവദാസി നല്ല ആത്മാവിന്റെ നിറവോടെ മധ്യസ്ഥ പ്രാർത്ഥന അണച്ച കർത്തൃദാസിമാർ ഒത്തിരി മനോഹരമായി ഹല്ലേലൂയ ആരാധന ലീഡ് ചെയ്ത പ്രിയ ജിറ്റിമോൾ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കായിരുന്നു, പ്രിയ കുഞ്ഞ് അവൾ ഒരു സ്പിൻസ്റ്റർ ആയിരിക്കുമ്പോൾ, അല്ലെ, വിവാഹത്തിന് മുൻപ് ലക്ഷക്കണക്കിന് അമ്മമാരെ കുഞ്ഞിനായി പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം ഒരു കുടുംബമായിട്ടാണ് ആരാധന ശുശ്രൂഷ നിർവഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത്, കർത്താവിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, പല പുൾപിറ്റുകളിലും ആ കുഞ്ഞിനോടുള്ള ദൈവശബ്ദം ഞാനും കേട്ടവളാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒരു ഫുൾഫിൽമെന്റിലേക്ക് കുടുംബമായി ആ കുഞ്ഞുങ്ങളെ ശുശ്രൂഷയിലേക്ക് കർത്താവ് കൊണ്ടുവന്നോർത്ത് പല വേദികൾ ആ പ്രിയ കുഞ്ഞുമായി പങ്കിടുവാൻ കർത്താവ് എന്റെ ജീവിതത്തിലും അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ മക്കളെ കുടുംബമായി ഇന്ന് പകൽക്കാലം തന്നെ മാതാവിനെയും പ്രിയ കുഞ്ഞുങ്ങളെയും ആത്മാവിൽ നിന്നുകൊണ്ട് ബ്ലസ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ശക്തമായി അനുഗ്രഹിക്കട്ടെ. സമയം ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയാതെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് നൽകുവാൻ എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച ഒരു ചെറിയ ചിന്ത വലുതാണെങ്കിലും സമയത്തിന്റെ ലിമിറ്റ് കൊണ്ടാണ് ചെറിയ ചിന്ത എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. പകൽക്കാലം പ്രാർത്ഥിക്കണം. അപ്പാ, വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് അവന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. ഹലോ, അത് പുസ്തകത്തിൽ ഒന്ന് അടിവരെ ഇട്ട് വെക്കണം. പ്രാഗൽഭ്യമുള്ളവർ ഒന്ന് പറയണം, അപ്പാ, കളങ്കമില്ലാത്തവരായി ഞങ്ങളെ നിർത്തിയവന്. പ്രൈസ് ദി ലോർഡ്. എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് കണ്ണുകളിൽ വന്ന കണ്ണുനീരിനെ തുടച്ച മൃത്യു, പ്രൈസ് ദി ലോർഡ്, എന്റെ മുകളിൽ ജയമെടുക്കാതെ, ഹേയ് മരണമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞ ജയാളിയായ, ജയശീലനായ, ജയത്തിന്റെ കൊടി ഉയർത്തിയ എന്റെ കർത്താവിന്റെ ജയത്തോടെ ഇന്ന് പകൽക്കാലം അവന്റെ പാട്ടു പാടുവാൻ, ഹലോ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനങ്ങാമ്പാറ പരുവത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു വർഷം അവൻ ചെയ്തതാന്നേ, ഒരു വർഷം നിർത്തിയതാണെന്നേ. മരണപാശങ്ങൾ അടുത്തു വന്ന ഇടത്ത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സഹോദരങ്ങൾ വാഹനം ഓടിച്ചു പോയിടത്ത്, അപകടം പതിയിരുന്ന ഇടത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തലമുടി നാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന കർത്തൃദാസിമാർ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ നല്ല കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. കാരണം വചനം പറയുന്നു, യഹോവ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അവനെ സ്തുതിക്കും. ആയതിനാൽ അവൻ കർത്താവ് കൊണ്ടുവന്ന് ഈ 2026 നാളെ എന്താണ്, അടുത്തു വരുന്ന മാസങ്ങൾ എന്താണ് നമുക്കറിയില്ല. ദേവദാസി ഇവിടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രാർത്ഥന വിഷയം പറഞ്ഞപ്പോൾ ചില അഭിഷിക്തന്മാരുടെ ഹിയറിംഗിന്റെ ദിവസമാ. അവര് കൊലപാതകമൊന്നും ചെയ്തവരല്ലെന്നേ, അവര് വേണ്ടാത്തതിനൊന്നും പോയവരല്ല. നന്മ സുവിശേഷിച്ചത് കൊണ്ട്, ലോകത്തെ നേടുവാൻ സദ്വർത്തമാനം അറിയിച്ചത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, സുവിശേഷ വിരോധികൾ അവരെ പിടിച്ച് തടങ്കലിലാക്കി വെച്ചിരിക്കുക. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അകത്ത് ഒരു ദൈവ സാന്നിധ്യം പത്രോസിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ, കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാരെ, ഈ കാലഘട്ടത്തിന്റെ നടുവിലും ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ മതി. ദൈവപ്രവൃത്തി ഇറങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് ന്യായാധിപനായ നല്ല കർത്താവ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ
അത് കേൾക്കാമെന്ന് എന്റെ അപ്പായുടെ വാഗ്ദത്തമായിരിക്കാൽ റീമാന ഹത്തരാദിയ എന്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നതിനാൽ നമുക്ക് ഒത്തിരി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമ്മുടെ അതിർ വരുമ്പുകളൊന്ന് മാറ്റാമോ, മുൻവിധി മാറ്റാമോ? എലിയാമാന്റെ അല്ല ഇത്രയ്ക്ക് വരത്തുള്ളൂ എന്നുള്ള ആ ചിന്തയൊന്ന് മാറ്റിയിട്ട് പ്രൈസ് ദി ലോർഡ്, നല്ലവനായ കർത്താവിന്റെ തുറന്ന ആകാശത്തിന്റെ കീഴിലിരിക്കുന്ന, തുറന്ന സ്വർഗത്തിന്റെ കീഴിലിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം പുതിയതൊന്ന്, നന്മയായതൊന്ന്, ഗുണമായതൊന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമെങ്കിൽ ആമേന്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയാം, അവസ്ഥകൾ മാറും കുഞ്ഞെ. സൂം മീറ്റിംഗിൽ വല്ലോ സംഭവിക്കും ആന്റി, സംഭവിക്കുമെന്നേ. സൂം മീറ്റിംഗിന്റെ നടുവിൽ ആമേൻ അന്ധകാര ബന്ധനങ്ങൾ റിഗമനാസ്യ ചിലരെ തള്ളിയിട്ട് ആമേൻ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂരാത്മാക്കൾ വിട്ടുമാറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെ വിഷയത്തിന് മുൻപിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് വിട്ടുകൊടുത്ത് ഫ്രീ ആയിട്ടൊന്ന് ഇരുന്ന് കൊടുത്താൽ മതിയെന്നേ. ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാപിച്ചതിനു മീതെ ഹല്ലേലൂയ അഹങ്കരിച്ചുകൊണ്ട് ആമേൻ എലമന്റി വന്ന ഉടനെ നെഗറ്റീവ് ദൂതാണല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം കുഞ്ഞെ, എഴുതി വെച്ച് പ്രസംഗിക്കാൻ എനിക്ക് അറിയത്തില്ല, ഫേബാന്റിക്ക് അറിയാം. ദൈവാത്മാവ് തരുന്നത് ഇപ്പോൾ പിടിച്ചത് അത് ചിലപ്പം എനിക്ക് വേണ്ടി ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തരുമ്പോൾ അതിനെ പിടിച്ചെടുത്തോണം കേട്ടോ. അവനവന് വേണ്ടത് ഇന്ന് പകൽക്കാലം പ്രാപിച്ച് ദേവദാസി പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഞങ്ങൾ ഒഴിഞ്ഞവരായിട്ടവൻ അതേ കുഞ്ഞെ നിന്നെ നിറയ്ക്കുവാൻ, നിങ്ങളെ നിറയ്ക്കുവാൻ പ്രൈസ് ദി ലോർഡ് റിമാ നഗസ്യ നമ്മുടെ മടിയിലോട്ട് നിറയ്ക്കും ഇന്ന് പകൽക്കാലം. എന്തിനാണെന്നറിയാമോ? 26 ഓരോ ദിവസങ്ങളും കുഞ്ഞെ ഞാനും നിങ്ങൾ കടന്നു പോകേണ്ട വഴികൾ എന്റെ അപ്പായിക്ക് അറിയാമെന്നേ. ഹല്ലേലൂയ. എന്റെ മടിയിൽ ഉണ്ടെങ്കിലേ അടുത്ത് നിൽക്കുന്ന ആൾക്കത് പകർന്നു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നിറഞ്ഞവരായി പ്രാപിച്ചവരായി ദൈവ കുഞ്ഞുങ്ങളെ നമുക്ക് കടന്നു പോകാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ എനിക്ക് തന്ന ഒരു ചിന്ത ഹല്ലേലൂയ നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവചനം, ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 29 അതിന്റെ 17-ാമത്തെ വാക്യം മാത്രം, 29-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? ചാപ്റ്റർ 29 വേഴ്സ് 17. 27-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. മതി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ ദൈവശബ്ദം അതിൽ നിന്ന് ഞാൻ എടുത്തത് 1-ാം മാസത്തിന്റെ 1-ാം തീയതി 2026 ജനുവരി 1 അല്ലെങ്കിലും നമ്മുടെ മീറ്റിംഗിന്റെ 1-ാം തീയതി ആണല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവദാസിമാരോട് പരിശുദ്ധ ആത്മാവ് കൈമാറുന്ന ദൈവ ശബ്ദമാ. പ്രൈസ് ദി ലോർഡ്. 1-ാം മാസത്തിന്റെ 1-ാം തീയതി ഹാപ്പി ന്യൂ ഇയർ പറയണം, കേക്ക് തിന്നണം, നല്ല ചൂട് കാപ്പി കുടിക്കണം, ബിരിയാണി ഉണ്ടാക്കി ഹല്ലേലൂയ അടുത്തുള്ള ദൈവദാസിക്കും ദാസനും കൊണ്ട കൊടുക്കണം. അതൊക്കെ നല്ല കാര്യങ്ങൾ. പക്ഷേ ദൈവവചനം പറയുന്നു ഹല്ലേലൂയ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, ഇന്ന് പകൽക്കാലം ഈ 1-ാമത്തെ ദിവസം കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ ആമേൻ. ഉദാസീനതയോടെ ഇരിക്കുന്നവന്, മടിച്ചിരിക്കുന്നവന് പ്രൈസലോ നല്ല തണുപ്പാണെന്നും പറഞ്ഞ് കമ്പിളിക്കകത്ത് പകുതിയും ആമേൻ മയക്കത്തിൽ വചനം കേൾക്കുന്നവർക്ക് കിട്ടത്തില്ല. ഒരുക്കത്തോടെ പ്രൈസ് ദി ലോർഡ് ആത്മാവിൽ ഒരുങ്ങി ഹല്ലേലൂയ നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യഹോവയുടെ അരുളപ്പാട് കർത്താവേ അത് എന്നോടായിരിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് വരാനുള്ള മാസങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ യേശുപ്പാ, ആ അരുളപ്പാട്, ആ ദൈവ ശബ്ദം, യെസ് ലോർഡ് എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. നമുക്കറിയാം യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ആ തീയ ഹല്ലേലൂയ പ്രവാചകന്റെ നാവിന്റെ മേൽ ഇന്നലെ വരെ അയ്യോ അവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം, അവർക്ക് ദീനം, ഇവർക്ക് ദീനം പ്രവചിച്ചു കൊണ്ടിരുന്ന അഭിഷിക്തന്റെ നാവിന്റെ മേൽ കർത്താവിന്റെ ഹല്ലേലൂയ തീയ അഭിഷേകത്തിന്റെ തീനാളം തൊടുവിച്ചപ്പോൾ 6:8 പറയുന്നു, അയ്യോ പൊന്നു കർത്താവേ ആമേ ഇവന യേശു ചോദിക്കുക, അപ്പാ ഓ റിഖാലവസ്യ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടട
കുഞ്ഞെ, ഞാൻ ആരെ അയക്കേണ്ടത്? ഒത്തിരി പേരുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്. ആത്മഭാരത്തോടെ നമുക്കുള്ളതുപോലെ തന്നെ ആത്മഭാരം കർത്താവിനും ഉണ്ടെന്നേ. ഹലോ, നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് സ്തോത്രം പറയാമോ? കാരണം ഹല്ലേലൂയ, ദൈവ ശബ്ദം കേൾക്കാതെ, യേശു ആരെന്ന് പോലും തിരിച്ചറിയാതെ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ആയിരിക്കുന്ന നമ്മുടെ ഈ ഭാരതത്തിന്റെ മധ്യത്തിൽ പോലും ആരും കടന്നു ചെല്ലാത്ത ഇടത്ത് എന്റെ കുഞ്ഞെ ആരാ കടന്നു ചെല്ലുന്നതെന്ന് എന്റെ കർത്താവിനും ഒരു മനോഭാരമുണ്ട്. അതുകൊണ്ട് യേശു തമ്പുരാൻ തന്റെ അഭിഷേകനോട് ചോദിച്ചെടാ കുഞ്ഞെ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും? മാനസാന്തരം പ്രാപിച്ച അഭിഷേകൻ പറഞ്ഞു, ഹല്ലേലൂയ. ഭക്തൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഭക്തൻ പറഞ്ഞു, മാനസാന്തരപ്പെട്ട അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന ദൈവ ഭക്തൻ പറഞ്ഞു, പൊന്നു കർത്താവേ, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. ഹല്ലേലൂയ. ഓ എന്റെ പൊന്ന് എലിയാമാൻറ്റി, പണ്ടത്തെ പോലെ പറ്റത്തില്ലെന്ന് ആരെങ്കിലും ഹൃദയത്തിൽ ചിന്തിക്കുന്നെങ്കിൽ എന്റെ പൊന്നു കുഞ്ഞെ, മുടി വെളുത്തത് ഒരു പ്രശ്നമല്ലെന്നേ. ഹല്ലേലൂയ. വഴി അറിയത്തില്ലെങ്കിൽ എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വഴി വായിലല്ലേ ഇരിക്കുന്നത്, ചോദിച്ചു പറഞ്ഞങ്ങ് പോയേക്കണം. പ്രൈസ് ദി ലോർഡ്. വേറെ കൂടുതലൊന്നും പറയണ്ട. അയ്യോ, 2ാം ക്ലാസ്സേ പഠിച്ചുള്ളൂ കുഞ്ഞെ, നോ പ്രോബ്ലം. യേശു ജീവിക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ മതിയെന്നേ. അവിടെ വലിയ പുൾപിറ്റിൽ നിന്ന് പരിപാടികളൊന്നും ചെയ്യണ്ട. പക്ഷേ ആ ഒരുക്കത്തോടെ യേശുവിന്റെ നാമം നാവിന്റെ മേലെടുത്ത് കുഞ്ഞെ കടന്നു പോയാൽ, എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാനൊന്ന് ചുവട് വെച്ചാൽ, യെസ് റീക മനഗസ്യ, എന്റെ മുൻപിലായിരിക്കുന്ന ഹല്ലേലൂയ വാർദ്ധക്യത്തിലോട്ട് കാലെടുത്തു വെച്ചു എന്ന് പറയുന്ന ചില മാതാക്കളെ നോക്കി തന്നെയാ പരിശുദ്ധ ആത്മാവ് പറയുന്നത്, പ്രായം എന്റെ കർത്താവിനൊരു വിഷയമല്ല. ലിസി ജോൺ ആന്റി, പ്രൈസ് ദി ലോർഡ്. ഇനിയും ശുശ്രൂഷ ബാക്കിയുണ്ട് കുഞ്ഞെ, റമാനഗസ്യ. ഇനിയും ഓടുവാൻ, ഇനിയും കരയുവാൻ, ചിലരോട് ചെന്ന് പ്രൈസ് ദി ലോർഡ് യേശു ജീവിക്കുന്ന ദൈവമെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുവാൻ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. റീമാനഗസ്യ ലീലാമ, പ്രിയ ദേവദാസി, കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണുനീരോടെ കരഞ്ഞതൊക്കെ അപ്പ മറന്നു പോയിട്ടില്ല. ദൈവദാസി വിശ്വസിച്ചോ, അതിന്റെ മറുപടികൾ ആമേൻ. ഹിമാനഗസ്യ 26ന്റെ ആരംഭ ദിനങ്ങളിൽ കൊണ്ടുവന്ന് ആമേൻ സമയമാമൃതം പാടേണ്ടിയ സമയങ്ങൾ കഴിഞ്ഞു പോയതല്ലേ. കർത്താവ് നിർത്തിയിരിക്കുന്ന കാരണം എന്താ? മരണപാശങ്ങളെ അഴിച്ച് മക്കളുടെ, കൊച്ചുമക്കളുടെ ദേശത്തിന്റെ നന്മ ഒത്തിരി പേർക്ക് വേണ്ടി കരഞ്ഞില്ലേ? അത് കാണിക്കാൻ, അത് ഇനിയും കണ്ണുകൊണ്ട് കണ്ട പ്രൈസലോ ആലയത്തിന്റെ മഹത്വം, പഴയ മഹത്വം പിന്നെയും ആലയത്തിന്റെ അകത്ത് കടന്നു വന്നപ്പോൾ അഭിഷേകമുള്ള ചിലര് നെടുമ്പോട് വീണ് കരഞ്ഞു ദൈവത്തെ സ്തുതിച്ചതുപോലെ ഇന്ന് പകൽക്കാലം കുഞ്ഞെ ഹല്ലേലൂയ, പഴയ ദൈവ സാന്നിധ്യം അതൊന്നുകൂടെ ചിലരുടെ മറ്റൊരു കർത്താവ് ചെയ്യുമ്പോൾ സന്തോഷിക്കാൻ പോകുക. കർത്താവിന്റെ ദാസിയോട് പരിശുദ്ധമാർന്ന് വീടടക്കം ആനന്ദിക്കുന്നത് പോലെ റിമാനഗസ്യ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരു 4 മണിക്കൂർ ഫേബാൻഡി തന്നതായിരുന്നെങ്കിൽ നിങ്ങളോടെല്ലാം ഞാൻ ഒരു ദൈവശക്തം പേഴ്സണലി ഇന്ന് ഞാൻ ചുട്ടിയെടുത്ത് ഇവിടെ ഇരുന്ന് പറഞ്ഞേനെ. പക്ഷേ ഈ സൂമിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രവചനം കുഞ്ഞെ ദൈവവചനമാകട്ടോ. കർത്താവിന്റെ വചനത്തിന് ബന്ധനമില്ലായകയാൽ പറയപ്പെടുന്ന കർത്താവിന്റെ വചനം, പ്രൈസ് ദി ലോർഡ്, അത് എന്നോടാണെന്ന്, അത് എന്നോടുള്ള പ്രവചനമാണെന്ന് ഏറ്റെടുത്ത് സന്തോഷിച്ചു വേണം ഇവിടെ നിന്ന് പോകാൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ, ആമേൻ. ഫേബാൻഡിയോട് പറയുന്നത്, പ്രീതി സിസ്റ്റർ അമേരിക്കയിൽ നിന്ന് പിടിച്ചെടുത്താൽ അത് തന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. പ്രിയ പ്രീതി, കർത്താവിന്റെ ദാസി, കണ്ണുനീരിന്റെ ഒരു മറുപടി വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അത് മറന്ന് കളയുവാൻ എന്റെ അപ്പ അനീതിയുള്ള ദൈവമല്ല കുഞ്ഞെ. അതുകൊണ്ട് ഓരോ തുള്ളി ആരും അറിഞ്ഞില്ല, ചച്ചനും മക്കളും ഒന്നും കണ്ടില്ല. ഓ റിഗ മനഗസ്യ. പക്ഷെ കർത്താവ് പറയുന്നു, അതിന്റെ ഒരു തുള്ളി പോലും ആമേൻ അത് ചോർന്നു പോകാതെ തുരുത്തിക്കകത്ത് കർത്താവ് വെച്ചത് എന്തിനാണെന്ന് അറിയാമോ പ്രീതി മോളെ? മറുപടി കാണാനാണെന്നേ. തലമുറയെ ചൊല്ലിയുള്ള നിന്റെ കരച്ചില്, കുടുംബത്തെ ചൊല്ലിയുള്ള നിന്റെ ബേർഡൻ, ഇന്ന് വാൽക്കാലം കർത്താവ് അതെല്ലാം നീ എന്റെ മേലൊന്ന് ഇട്ടിട്ടൊന്ന് കാത്തിരുന്നാ മതി. നടത്തുന്ന, പുലർത്തുന്ന, പരിപാലിക്കുന്ന കർത്താവിന്റെ കരം കൂടെയുണ്ട്. അതുകൊണ്ട് 1-ാം മാസത്തിന്റെ 1-ാം തീയതി യഹോവയുടെ അരുളപ്പാടുണ്ടായപ്പോൾ ഭക്തൻ പറഞ്ഞു, കർത്താവേ, ഐ ആം റെഡി, പ്ലീസ് സെൻഡ്
സെൻഡ് മീ ലോർഡ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ ശബ്ദം കേൾക്കാത്ത എന്റെ ഓഫീസിന്റെ അകത്ത്, എന്റെ ഹോസ്പിറ്റലിൽ, എന്റെ വാർഡിൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്ന എന്റെ ക്യാബിന്റെ അകത്ത്, ഞാൻ യാത്ര ചെയ്യുന്ന എന്റെ മെട്രോ വാഹനത്തിന്റെ അകത്ത്, ആമേൻ, പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ഈ സമയത്ത് മിണ്ടാതെ ഇരിക്കല്ലേ. ജെസി ജിബോയ്, പ്രൈസ് ദി ലോർഡ്, ജോബോയ്, ആമേൻ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കോളിങ് മുകളിൽ കിടപ്പുണ്ടല്ലോ കുഞ്ഞേ, ആമേൻ, അത് തുരുമ്പിച്ചു പോകുവാൻ സമ്മതിച്ചു കൊടുക്കാതെ ഒന്ന് മൂർച്ച കൂട്ടിയെടുത്തോണം. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഫേമാൻഡി പരിശുദ്ധാത്മാവിന് ചിലതിനെ, ആമേൻ, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അധികം ബലം പ്രയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് പോലെ ഇന്ന് പകൽക്കാലം ചിലതിന്റെ മൂർച്ച വർദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ മങ്ങലുകൾ, ആമേൻ, ആമേൻ, പ്രൈസ്. അവനവന് വേണ്ടത് പിടിച്ചോണം. എവിടെയൊക്കെയാ കുറഞ്ഞു പോയിട്ടുള്ളത്? അയ്യോ എന്റെ പൊന്ന എലിയാമൻ, ചിലരൊക്കെ വിളിച്ചിട്ട് പറയും പഴയതുപോലെ ഉപവസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയും എന്റെ കുഞ്ഞെ, 57ന്റെ നിറവിലും ഹല്ലേലൂയ ഞാൻ ഉപവസിക്കുന്നുണ്ടല്ലോ. യു എക്സാമിൻ യുവർ സെൽഫ്. ദൈവത്തെ പരീക്ഷിച്ച സമയങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെന്ന് ചിന്തിച്ച് നീ കണക്ക് കൂട്ടിയ പാവങ്ങൾ ഇന്ന് പകൽക്കാലം തകർന്നു മാറട്ടെ. ആമേ, റിവാനഗസ്യ. അപ്പയോടൊന്ന് പ്രാർത്ഥിച്ചാ മതി. നാലുപാടും ചുറ്റിയടിക്കണമേ ഇപ്പോൾ ഉന്നത ഭാവങ്ങൾ നിലം പരിചാവാൻ. പാടാമോ ഇന്ന് പകൽക്കാലം? കർത്താവേ, എന്റെ ഉന്നത ഭാവം ഞാൻ ആരെങ്കിലും ആണെന്ന് ചിന്തിച്ചത്, എന്റെ ബലമെന്ന് ചിന്തിച്ചത്, റിക്കാലമഷ്യ ഒന്ന് താത്തു വെച്ചിട്ട് കർത്താവിനോട് പറയാമോ? പൊന്നപ്പാ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. അപ്പോ കർത്താവ് പറയുക, കുഞ്ഞെ, ഹല്ലേലൂയ, നീ ഒരുക്കമാണെങ്കിൽ ഞാൻ നിന്നെ അയക്കാം. അങ്ങനെ ചിലര് ഇന്ന് പകൽക്കാലം ആ ബലത്തോടെ, ആ ശക്തിയോടെ ഇവിടെ നിന്ന് കടന്നു പോണം. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. വായിച്ച കുറിവാക്യത്തോട് ചേർന്ന് നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകത്തിന്റെ, ആമേൻ, 29:17, അതും 29:17 ഒന്ന് വായിക്കാമോ? 2 ദിനവൃത്താന്തങ്ങൾ 29:17 ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ഒന്നാം മാസം 1-ാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. മതി കുഞ്ഞ, മതി. സഗമനഗസ്യ. 1-ാമത്തെ ദിവസത്തിന്റെ 1-ാം തീയതി, അവൻ ഈ മീറ്റിംഗ് ലൈവായിട്ട് പോകുന്നുണ്ടോ ഫേബാൻഡി? റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നവർ, നാളത്തേതിൽ കേൾക്കാൻ പോകുന്നവർ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ആമേൻ, പ്രതിഫലം വീതിക്കുന്ന നാളിൽ ഫേബാൻഡി വെച്ചാനും മുഴുവൻ പിടിച്ചോണ്ട് പോകാതെ ഇന്ന് പകൽക്കാലം ദൈവദാസിമാർ ഒരുക്കത്തോടെ ഇരുന്നോണം. ജീവനുള്ള സമയത്ത്, പ്രൈസലോ, പെട്ടി കിടക്കുമ്പോ വന്ന് സഭക്കാര് പറയുന്ന സാക്ഷ്യമല്ലെന്നേ, കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോ, പ്രൈസ് ദി ലോർഡ്, എന്തെങ്കിലുമൊക്കെ, ഹല്ലേലൂയ, വിശ്വസ്ത ദാസിയെ എന്നൊക്കെ വിളി കേൾപ്പാൻ ഒരല്പ സാക്രിഫൈസ് ഒക്കെ ചെയ്യണമെന്നേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതിരാവിലെ അവൾ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് വേണ്ടതെല്ലാം ചെയ്തു. അതിരാവിലെ അവൾ എഴുന്നേറ്റ് ദൈവമുഖത്തേക്ക് നോക്കി, പ്രൈസ് ദി ലോർഡ്, ഇതെല്ലാം ചെയ്തിട്ട് വേണം ഉപജീവനത്തിന്റെ ജോലിക്കായിട്ട് ഓടിപ്പോകാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് സഹായിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 1-ാം മാസത്തിന്റെ 1-ാമത്തെ തീയതി യഹോശാഫാത്തും കൂട്ടരും ചെയ്തത്, അവരെന്താ ചെയ്തത് കുഞ്ഞേ? അവരെ തന്നെ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഇന്നലെ വൈകിട്ടും പെറുപെറുത്തത്, ഇന്നലെ വൈകിട്ടും വാട്സാപ്പ് കോൾ ചെയ്ത്, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, അതിനകത്ത് ചാർജ് ഇല്ലാഞ്ഞിട്ട് മക്കളുടെ ഹോട്ട്സ്പോട്ട് കടമെടുത്തിട്ട്, ആമേൻ, വേണ്ടാതനോ ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ, വാട്സാപ്പ് കോളിൽ ആരെ കുറിച്ചെങ്കിലും വേണ്ടാത്തത് സംസാരിച്ചെങ്കിൽ, അത് നിങ്ങളുടെ കാര്യമല്ല, ഞങ്ങളുടെ ഡൽഹിക്കാരുടെ മാത്രം കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ അപ്പായോട് പറഞ്ഞാ മതി, പൊന്നു കർത്താവേ, എന്നെ തന്നെ ഞാനൊന്ന് വിശുദ്ധീകരിക്കുക. താഴോട്ട് എനിക്കതെല്ലാം വായിക്കണമെന്ന് സമയമില്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആലയത്തിലെ ഉപകരണങ്ങൾ, ഹല്ലേലൂയ, ഹോമയാഗം കഴിക്കുന്ന വേദി. എന്തു മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന സകലതും, എന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണ് ആദ്യം കൊണ്ട് വെള്ളത്തിലിടണം. ഹലോ, എലിയാമാൻറ്റി പറഞ്ഞെന്ന് പറഞ്ഞ് ആരും കൊണ്ട് ഇടല്ലേ? ആമേൻ, ആമേൻ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവഹിതത്തിനെതിരായി
ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തിയോട് ഒരു ഹായ് എങ്കിലും ഒരു ഹലോ എങ്കിലും എൻ്റെ ഡിവൈസിൽ നിന്ന്, എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന്, എൻ്റെ ടാബിൽ നിന്ന്, എൻ്റെ മൊബൈലിൽ നിന്ന്, എൻ്റെ ഇമെയിലിൽ നിന്ന് വേണ്ടാത്തൊരു മെയിൽ പോയിട്ടുണ്ടെങ്കിൽ റീക്ക മനഗസി, ഞാനിതൊന്നും പറയാമെന്നല്ല, ദൈവാത്മാ കൊണ്ടുപോകുന്ന റൂട്ടിൽ അങ്ങ് പോകാമെന്നേ, ഒരു ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് പ്രൈസലോ കടന്നു പോകാം. അതുകൊണ്ട് ഹല്ലേലൂയ, ആലയത്തെ ശുദ്ധീകരിച്ചതോട് കൂടെ അവിടെ താഴോട്ട് വായിക്കും 17-18 വായിക്കുമ്പോ അതിലുള്ള ഉപകരണങ്ങൾ പ്രൈസ് ദി ലോർഡ് ശുദ്ധീകരിക്കുവാൻ അഭിഷിക്തനും കൂട്ടരും ഏൽപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം ഒരു ശ്രേഷ്ഠനായ പേര് പറയത്തില്ല, ഒരു ദൈവദാസൻ ഇങ്ങനെ ഒരു പുൾപിറ്റിൽ നിന്ന് പ്രസംഗിച്ചു, സ്നാനപ്പെടുമ്പോ നാക്ക് വെളിയിലോട്ടിട്ട് സ്നാനപ്പെടുത്തണം. ഹലോ, എന്ത് മനസ്സിലായി? ആമേ റിബാനഗസ്യ, സ്നാനപ്പെട്ട് കഴിഞ്ഞ് ആമേൻ ഹല്ലേലൂയ വെള്ളത്തിൽ നിന്ന് കയറി വന്ന് തുടച്ച് തുണിയൊക്കെ മാറ്റിക്കളഞ്ഞാലും പഴയ സ്വഭാവം ഹാലേലു നമുക്കാർക്കും അതില്ലാത്തത് കൊണ്ട് കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എല്ലാ ഉപകരണങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ, ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോ ആമേൻ ഇത് ആയുധ പൂജ, അപ്പം ഹൈന്ദവരായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് പറയും, അയ്യോ ഞങ്ങളുടെ പുസ്തകം ഒന്നും തൊടാൻ അമ്മ സമ്മതിക്കത്തില്ല, എന്താ കാരണം? അത് കൊണ്ടുപോയി ഞങ്ങൾ പൂജയ്ക്കിട്ട് വെക്കും. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ നാവുകൾ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, വേണ്ടാതനം സംസാരിക്കുന്ന നാവ്, വേണ്ടാത്തത് കാണുന്ന അസൂയ ഉള്ള കണ്ണ്, ആമേൻ ഹല്ലേലൂയ, XYZ എന്നെ വിളിച്ചു പറഞ്ഞ ആമേൻ ആ പാവപ്പെട്ട ദൈവദാസിയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ ആ വാക്കുകൾ എന്റെ ചെവിയിൽ കേട്ടത്, ഹൃദയത്തിൽ ഫേവാന്റിയെ കുറിച്ച് മോശമായ നിരൂപണം ഞാൻ നിരൂപിച്ചത്, ദൈവദാസിയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സകല ഉപകരണങ്ങളും സകല ആയുധങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ 1-ാം തീയതിയിലെ കാര്യമായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ആരംഭ ദിവസം കർത്താവിന്റെ മക്കളെ, ഒരു വർഷക്കാലം എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാമോ? അയ്യോ, ഇവിടുന്ന് അങ്ങോട്ട് നടന്നുപോയി ആന്റി പറഞ്ഞ പോലെ ഗംഗാറാം ഹോസ്പിറ്റൽ ഇപ്പൊ ഡ്യൂട്ടി ഉണ്ട്, അല്പം കഴിയുമോ അവിടെ ചെല്ലുമോ എന്ന് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തിനാ കുഞ്ഞെ ഈ അഹങ്കരിക്കുന്നത്? ഞാനെന്ന് പറയുന്ന ആ പാവങ്ങളെല്ലാം ആമേൻ ഇന്ന് പകൽക്കാലം താഴെ വെച്ചിട്ട് കൊണ്ടുവന്നത് കർത്താവിന്റെ കൃപയെന്ന റിഗമനാസ്യ ഉഷ ജയകുമാർ, ഒരു ദൈവ പ്രവൃത്തിയുടെ ആരംഭം. ആമേൻ. യെശയ്യാ 43:19 പറയുന്നു, ആമേൻ, പണ്ടത്തേതും പഴയതും പറയേണ്ട, പുതിയതൊന്ന്. പുതിയ വർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ കുഞ്ഞെ നിനക്കായിട്ട് ഒരുക്കിയിട്ട് നിന്ദിച്ചവരുടെ പഴിച്ചവരുടെ മുൻപിൽ ആമേൻ ഇവൾക്കല്ലേലും ഇങ്ങനെ ഉള്ളൂ, ഇവക്കൊരു വലിയ ഗതിയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പുതിയതൊന്ന് ഉത്ഭവിച്ച് അതിന്റെ ആരംഭം ഇപ്പോൾ റൈറ്റ് നൗ in the name of Jesus. കർത്താവ് കുടുംബത്തിന്റെ മേൽ ആഡോൺ ചെയ്തത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഉഷാമേ, ചില പുതിയ പാട്ടുകൾ പാടാൻ ഒരുങ്ങിയിരുന്നോ? ദൈവപ്രവർത്തി എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവന്റെ ആയുസ്സിനെ ദീർഘമാക്കി. ഹല്ലേലൂയ. റിഗമനാസ്യ. കർത്താവ് എന്തിനാ നിർത്തിയതെന്ന് അറിയാമോ? പുതിയ പാട്ട് പാടുവാൻ. ക്ലേശം അനുഭവിച്ചവർ പ്രാർത്ഥിച്ചില്ലേ? അതെല്ലാം കർത്താവിന്റെ സന്നിധിയിലുണ്ട്. ആമേൻ. എന്റെ അപ്പായ്ക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് അരുളി ചെയ്ത ദൈവശബ്ദം 6 കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചപ്പോ 7ാമത്തത് വരത്തില്ലെന്ന് പറഞ്ഞില്ലെന്നേ. 7ാമത്തത് വന്നാലും തിന്മയും അനർത്ഥവും നിന്നെ തൊടാതെ പരിപാലിക്കുന്ന എന്റെ കർത്താവിന്റെ കര കൂടെയുള്ളത് കൊണ്ട്. അതേ, പ്രൈസ് ദി ലോർഡ്. 1-ാം മാസത്തിന്റെ 1-ാം തീയതി ആരായിരുന്നു പറയുന്ന? ഏറ്റവും ശ്രേഷ്ഠനായ ശക്തനായ രാജാവും തന്റെ കൂട്ടരും പറയുകയാ, ആലയത്തെ വിശുദ്ധീകരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നിവസിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, ഈ ആലയമാകുന്ന ഈ ഫ്രെയിം, ഈ മന്ദിരത്തെ ഇന്ന് പകൽക്കാലം ശുദ്ധീകരിച്ച് ഇതിന്റെ അകത്ത് പരിശുദ്ധയാത്മാവ് വാസം ചെയ്യുവാൻ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ ഒരുക്കി കഴുകി അപ്പായുടെ കരത്തിൽ കൊടുക്കാം. ഹല്ലേലൂയ. അവൻ വിശുദ്ധനാകയാൽ വിശുദ്ധിയോടെ വേർപാടോടെ അവനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ശ്രേഷ്ഠകരമായ ദൈവ പ്രവർത്തികൾ എന്റെ കർത്താവ് ഒരുക്കി ഈ ദിവസങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെയും മാനിച്ച് പുറത്തു കൊണ്ടുവരുന്ന ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേര് അത് ഏറ്റെടുക്കാം? ഹല്ലേലൂയ. ശമന അടുത്തൊരാൾ നിന്ന് സംസാരിക്കുന്നത് പോലെ കർത്താവിന്റെ ശബ്ദം കാതുകളിൽ കേൾക്കുന്ന ആമേൻ ദൈവദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതുകൊണ്ട് ആലയം വിശുദ്ധീകരിക്കണം. ഞാനും എൻ്റെ മക്കളും എൻ്റെ അച്ഛനും
പോലും വിശുദ്ധീകരിക്കപ്പെട്ടവരായി ഞായറാഴ്ച ആലയത്തിലോട്ട് ചെന്നാൽ, ആരാധന ആലയത്തിന്റെ അകത്ത് ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ആലയത്തിലോട്ട് കടന്നു ചെന്നാൽ എൻ്റെ ഫേവാലി അവിടെ തീ കത്തുമെന്നേ. ഈ ഒരു ഭവനം മുഖാന്തരം ആലയത്തിന്റെ അവസ്ഥ അങ്ങ് മാറും. ആളിക്കത്തുന്ന ആത്മാവിന്റെ അഭിഷേകത്തോടെ ഏറ്റവും പുറകെ വന്ന് കസേരയിലിരുന്ന കൊച്ചമ്മ പോലും കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച് കൃപയും കൃപാവരങ്ങളും അവൻ നഷ്ടപ്പെട്ടു പോയ ആത്മീയ നന്മകൾ ഏറ്റെടുത്തുകൊണ്ട് റമനഗസ്യ അവൻ കടന്നു പോകുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കണം. റീബാന ഹത്തന ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. നാം ആയിരിക്കുന്ന ആലയത്തെ ഞാനും എൻ്റെ കുടുംബവും മുഖാന്തരം ഞാൻ വിശുദ്ധീകരിക്കുമെന്ന്, എൻ്റെ ഇടപാടുകൾ വിശുദ്ധീകരിക്കപ്പെടുമെന്ന്, എൻ്റെ കൊടുക്ക വാങ്ങലുകൾ ആമേൻ കുഞ്ഞെ അക്കൗണ്ടിൽ കൂട്ടിയിട്ടാലും ആമേൻ ഒരു പാവപ്പെട്ട ദൈവദാസിക്ക് പോലും നിങ്ങൾ ക്ഷമിക്കണം. ആമേൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ആരാ പറയേണ്ടത്? ഒരു 100 രൂപ ഓഫറിംഗ് പോലും കൊടുക്കാതെ എവിടെ പോകുമെന്ന് ഈ പറയുന്ന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സൂമൊക്കെ നടത്താൻ ഒത്തിരി കാശ് ചെലവുണ്ടതേ. പാവപ്പെട്ട ദൈവദാസനും ദാസിയും ചോദിക്കത്തില്ല. കൈത്താങ്ങ് കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്കുള്ളത് ഇല്ലാത്തവർക്ക് പകർന്നു കൊടുക്കാൻ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. റിഗമനാസ്യ. ഒരു നന്മയില്ലാതെ എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആമേൻ. നട്ടപ്പോ ഒരു കൊട്ടയായിരുന്നു. ഹാലയിൽ എൻ്റെ ചെറുപ്പത്തിൽ ഇഞ്ചിയൊക്കെ എൻ്റെ പപ്പ നടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസലോ. ഒരു കുട്ട കൊണ്ട് നട്ടു. പ്രൈസലോ. പക്ഷെ പറിച്ചെടുക്കുമ്പോ കൂമ്പാരം കൂട്ടിയതുപോലെ വരുന്നത്. പ്രൈസലോ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ടയായിട്ടല്ലേ പ്രിയ ബിജി. പ്രൈസലോ. കർത്താവിന്റെ ദാസി. ഹാലേലുയ. ഭയങ്കര ആത്മീയ നന്മകളോടെ കർത്താവ് പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥനയുടെ ഒരു കൃപാവരം കുഞ്ഞെ നിന്റെ തലമേ കിടക്കുന്നുണ്ട് കേട്ടോ. അതെവിടെയെങ്കിലും തുരുമ്പിച്ചു പോയി ഇന്ന് പകൽക്കാലം എണ്ണ തേച്ച് അതിനെ ഒന്ന് സ്മൂത്ത് ആക്കിക്കണം. ബി അവൈലബിൾ ഫോർ ജീസസ്. പരിശുദ്ധാത്മാവ് പറയുന്നു ഒന്ന് നിന്നു കൊടുത്താൽ മതി. ജയ രവി വിശ്വാസമുണ്ടോ കുഞ്ഞെ? ഹല്ലേലൂയ. നിന്നു കൊടുത്താൽ മതി. ആമേ. റിക്കമനഗസ്യ. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ കർത്താവിന്റെ ആ മഹത്വം സ്വർഗത്തിലെ ദൈവം പറയുന്നു. 2026 4ാമത്തെ മാസം കഴിഞ്ഞു പോകുന്നതിന് മുൻപ് അതൊരു ദൈവ മഹത്വമായി ഇന്ന് വൽക്കാലം കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥയായിരിക്കെ. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, അവന്റെ പേരെന്താ? എൻ്റെ കർത്താവിന്റെ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അതുകൊണ്ട് വലിയവ ചെയ്യുവാൻ, വിടുവിക്കുവാൻ, സഹായിപ്പാൻ കർത്താവിന്റെ കരം കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭാരപ്പെട്ട് ഞരങ്ങിയും പോകല് കേട്ടോ. ദൈവകൃപയിൽ ആശ്രയിക്കണം. അവൻ ചെയ്യുവാൻ ശക്തനെന്ന്, പ്രവർത്തിപ്പാൻ ശക്തനെന്ന്. റിബാനഗസ്യ. ഹല്ലേലൂയ. ആമേൻ. നക്ഷത്ര. പ്രൈസ് ദി ലോർഡ്. 2026 8ാം മാസത്തോടെ ആമേൻ എൻ്റെ കർത്താവ് ചിലത് ചെയ്യും കേട്ടോ. പരിഹസിക്കുന്നവരൊക്കെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നിന്ദിക്കുന്നവർ ചിലപ്പോൾ കുടുംബത്തിനകത്തു തന്നെ കാണും. പരിശുദ്ധാത്മാവ് പറയുന്നു ലമശമനഗസ്യ. എന്നെ കണ്ടവൻ എവിടെയാ? മരുഭൂമിയിൽ ഒരു പച്ചവെള്ളത്തിന്റെ തുള്ളി പോലും ഇല്ലാത്ത ഇടത്ത് എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ എന്ന് ഭയങ്കര സാക്ഷ്യം പറഞ്ഞു. ഇന്ന് പകൽക്കാലം വിടുതലുമായി എൻ്റെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ആലയത്തെ വിശുദ്ധീകരിക്കണം. ഉപകരണങ്ങളെ വിശുദ്ധീകരിക്കണം. അപശബ്ദങ്ങൾ, വേണ്ടാത്ത വാക്കുകൾ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന നാവ് കൊണ്ട് പല ദൈവദാസിമാര് പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പലരോടും എനിക്ക് ദൈവസന്നിധി മാത്രമേ പേടിയുള്ളൂ കുഞ്ഞെ, അത് നിങ്ങളെ സൂചിപ്പിക്കുന്ന പരിപാടി എനിക്കില്ല. പലരോടും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ ഇങ്ങനത്തുള്ള ശബ്ദങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നാൽ
എങ്ങനെ കർത്താവ് പ്രസാദിക്കുന്നത്? ബി വെരി കെയർഫുൾ. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയത്, പെട്ടെന്ന് പറ്റിപ്പോയത് കർത്താവ് ക്ഷമിക്കും. പക്ഷെ ഇങ്ങനെയുള്ള പ്രൈസലോ സ്വഭാവങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതമായി തീർന്നാൽ ആമേൻ, പിന്നെ എന്നെയും നിങ്ങളെ വിടുവിപ്പാൻ മറ്റൊരു കൃപയില്ല കേട്ടോ. അതുകൊണ്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബി വെരി കെയർഫുൾ വാട്ട് യു സ്പീക്ക്. ഹല്ലേലൂയ. ഒരേ സ്രോതസ്സിൽ നിന്ന് കയ്പും മധുരവും വരത്തില്ലെന്നേ. ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഫേബ പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ, ആമേൻ, നിന്റെ വാക്കുകൾ, നിന്റെ വർത്തമാനം അനേകർക്ക് ആത്മീക വർധനവ് വരുത്തുവാൻ ഈ ദിവസങ്ങളിൽ വേണ്ടാത്തത് പറയുന്നതല്ല, ഒന്നുകൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് ഷാർപ്പൻ ചെയ്യുക. ഒന്നുകൂടെ കൃപയിൽ നിറച്ച് അനേകരോട് പ്രൈസ് ദി ലോർഡ്, ആമേൻ, ചുമ്മാതെയാണെങ്കിലും നീ പറയുന്ന ദൈവ ശബ്ദങ്ങൾ കുഞ്ഞെ, പരിശുദ്ധാത്മാവ് പറയുന്നു ചിലരുടെ ജീവിതത്തിൽ അത് ദൈവപ്രവൃത്തിയായി തീരുവാൻ കർത്താവിന്റെ ഒരു പദ്ധതിയുണ്ട് കേട്ടോ. റീമാനക സന്ദരെ ഹല്ലേലൂയ. വാക്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ദൈവദാസിക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കാരണം നമ്മളിൽ പലർക്കും അതിന്റെ റെഫറൻസ് ഒന്നും അറിയത്തില്ല. നമുക്കാകെ അറിയാവുന്നത് പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ നമ്മുടെ ിരിക്കുന്ന പരിപാടി ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ വരുന്നതേ ഇപ്പൊ നമുക്കറിയൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. 2024 ഞാൻ എൻ്റെ മിക്ക പ്ലാറ്റ്ഫോമുകളിലും പുസ്തകത്തിന്റെ പേരേ പറയത്തില്ലായിരുന്നു. കാരണം ഇത് നിരന്തരം കണ്ടെത്തി ഭക്ഷിക്കുന്നവർക്ക് ഇത് അറിയാം. പ്രൈസ് ദി ലോർഡ്. യഹോവ എന്റെ ഇടയനാണെന്ന് അത് 23:1 പറയണോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? അതുകൊണ്ട് ഇതാ നമ്മുടെ ആഹാരം കേട്ടോ. ഇതാ എൻ്റെ ജയം, ഇതാ എൻ്റെ ജീവൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ അകത്താകുഞ്ഞ ജീവനുള്ളത് അത് കണ്ടെത്തി ഭക്ഷിക്കുന്നവർക്കായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. സൂസൻ ബേബി, ഹല്ലേലൂയ. ദൈവ വചനത്തിന്റെ ചില വിടുതലുകൾ ഈ നാളുകളിൽ കുടുംബത്തിന്റെ അകത്ത് ദൈവാത്മാവിനോട് പറയുന്നു. പലപ്പോഴും ശരീരത്തിന്റെ അസ്വസ്ഥതകൾ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ വേണ്ടുന്നത് പോലെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ കഴിയാതെ ഭാരപ്പെടുത്തുന്ന ആ ദൂരാത്മബന്ധനം എന്ന് വെച്ചാൽ രോഗമല്ല, രോഗത്തിന്റെ ബന്ധനം. ഇന്ന് പകൽക്കാലം 107:20 പറയുന്നു, അവൻ തന്റെ വചനം അയച്ച് എത്ര പേർക്ക് സൗഖ്യം വേണം. നിങ്ങളുടെ രോഗമുള്ള വേദനയുള്ള ആ ഭാഗത്ത് ആമേൻ ഇപ്പൊ തന്നെ കരം വെച്ച് നിങ്ങൾ ഏറ്റെടുത്തോ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മൈഗ്രെയിൻ ഉള്ളവർ, ബാക്ക് പെയിൻ ഉള്ളവർ, അസ്ഥി തേയ്മാനമുള്ളവർ, റിഗമനഗസ്യ, ഇതിന്റെ നടുവിൽ സ്ത്രീ സംബന്ധമായ ആമേൻ ഹല്ലേലൂയ അസ്വസ്ഥതകളുള്ള ചിലർ മിണ്ടാതെ ഇവിടെ ഹല്ലേലൂയ ഇരിപ്പുണ്ട്. അവരെയൊക്കെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ തന്റെ വചനം അയച്ച് ഉളവാകട്ടെ എന്ന് എന്റെ പൊന്നു തമ്പുരാന്റെ അവൻ വായിൽ നിന്ന് പുറത്തു വന്ന ആ ദൈവശബ്ദം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയെങ്കിൽ ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ചില രോഗമണ്ഡലങ്ങൾ രാത്രിയിൽ ആമൻ കാട്ടുപോത്തിനെ സ്വപ്നം കാണുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ ഇന്ന് പകൽക്കാലം. അപ്പാ, നാളെ മുതൽ ദൈവത്തിന്റെ ദൂതന്മാർ എന്റെ മുറിക്കകത്ത് ഇറങ്ങി നിൽക്കുന്ന ആത്മസാന്നിധ്യത്തിന്റെ മുറികളായി എന്റെ പ്രാർത്ഥനാ മുറികൾ മാറുവാൻ എല്ലാ നെഗറ്റീവ് മണ്ഡലങ്ങൾ ലിസി റെജി അസാധാരണമായ ഒരു സാന്നിധ്യം കുഞ്ഞെ ആ മുറിക്കകത്ത് ഇപ്പൊ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് മുതൽ ലെവല് മാറുകയാ, അവസ്ഥ മാറുകയാ. പ്രൈസ് ദി ലോർഡ്. അരയോളം കഴിഞ്ഞിട്ട് അയ്യോ നീന്തിയിട്ടല്ലാതെ അവൻ കടപ്പാൻ പറ്റാത്തതുപോലെ ഒരാത്മ നിറവാ. അത് ആലയത്തിൽ ചെന്ന് ഡ്രമ്മടി കേൾക്കുമ്പോ വരുമെന്നല്ല, പ്രാർത്ഥന മുറിക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ആമേൻ ഒരു ആത്മ നിറവോടെ എന്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് ഉയർത്തി മാനിക്കുന്നത് കൊണ്ട് കർത്താവിന് നന്ദി പറയട്ടെ. രക്തത്താൽ വചനത്താൽ ജയം. അതുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സമയം പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ഡിസംബർ മാസത്തിന്റെ അവസാന ചില ദിവസങ്ങൾ ഞാൻ ഉപവാസത്തോടെ ആയിരിക്കുമ്പോൾ ഡിസംബർ മാസം 30 ഞാൻ പറഞ്ഞു, കർത്താവെ 2025 തീർന്നു, ജീവനോടെ അപ്പ നിർത്തി. ഒത്തിരിയിടത്ത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ ഒത്തിരി സ്ഥലങ്ങളിൽ ഹിന്ദിക്കാരുടെ ഒക്കെ നടുവിൽ അതെന്റെ ഒരു പാഷനാണ് കേട്ടോ. പാവങ്ങളുടെ നടുവിൽ അക്ഷരാഭ്യാസമില്ലാത്തവരുടെ നടുവിൽ എനിക്കറിയാവുന്ന ഫുട്ട ഹിന്ദിയൊക്കെ ആയി കർത്താവിനെ ഒത്തിരിയിടത്ത് ഓടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, കർത്താവെ ഈ
ഈ വർഷം തീരുകയാണല്ലോ. എന്താ എന്നോടുള്ള ദൈവശബ്ദം? എന്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വചനമാണ്. അത് നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ഞാനത് എന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. ഈ പ്രൈസ് എബനേസർ പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ ശ്രേഷ്ഠമതികളായ ദൈവദാസിമാർക്ക് ഈ ഒന്നാമത്തെ ദിവസം ഞാൻ ആ ദൂത് കൈമാറുന്നു. അതിങ്ങനെയാണ്: ഹോശേയ പ്രവചനം, ബുക്ക് ഓഫ് ഹോശേയ 6-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഹോശേയ പ്രവചനം 6:11 പെട്ടെന്ന് വായിക്കാമോ? ഹോശേയ പ്രവചനം 6. യഹൂദയെ ഞാൻ എന്റെ ജനത്തിന് സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ആമേൻ. ഹലോ, പ്രൈസ് ദ ലോർഡ്. എത്ര പേര് അത് കേട്ടു? വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് നന്ദി പറയാമോ? ആരാ യഹൂദ? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം എന്താ കുഞ്ഞെ? സ്തുതി. ഹലോ, ദൈവത്തെ സ്തുതിക്കുന്നവനെ, സ്തുതിക്കുന്നവളെ, എന്റെ പേരങ്ങോട്ട് പറഞ്ഞിട്ട് പറയുന്നേ, ഞാൻ യഹൂദയായത് കൊണ്ട് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ എനിക്കും ഒരു ഹാർവെസ്റ്റ് ഉണ്ടെന്ന്. ആമേൻ. നിങ്ങൾക്കൊരു സന്തോഷം തോന്നിയില്ല? റീമാനഗസ്യാർവ ഫേബാൻഡി ഏറ്റെടുത്തു. 2026 ഒരു ഭയങ്കര സ്പിരിച്വൽ ഹാർവെസ്റ്റിന്റെ സമയമാകട്ടോ. ഹാലിൽ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചിലരുടെ കുഞ്ഞ് മാനസാന്തരം കാണുവാൻ ആക്കി വച്ചിരിക്കുന്ന രാജ്യത്തിന്റെ നടുവിൽ ചിലർ കൂടെ ഈ പള്ളിക്കകത്ത് വരുമെന്നല്ല, കർത്താവിന്റെ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഇനി ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല. എന്നാ വല്ല വിഷവും അടിച്ചങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഫേബ വർഗീസ് ആൻഡ് ഫാമിലി, കർത്താവിന്റെ ദാസി, ഹല്ലേലൂയ, ജനത്തിന്റെ സ്ഥിതി മാറ്റുവാൻ റീമാനക ശബ്ദരെ അവൻ കഴിഞ്ഞ നാളുകളെക്കാൾ, ഇന്നലെ ഉള്ളതിനേക്കാൾ ഇരട്ടി ബലത്തോടെ, ഇരട്ടി അഭിഷേകത്തോടെ പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഒരു ഡിവൈൻ ഹാർവെസ്റ്റിനു വേണ്ടി, ഒരു ഡിവൈൻ ഹാർവെസ്റ്റിനു വേണ്ടി, ഒരു വലിയ കൊയ്ത്തിനു വേണ്ടി ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയെ ദൈവാത്മാവ് ആക്കി വെച്ചിരിക്കുമ്പോൾ ഇതാർക്കാ കിട്ടുന്നത്? സ്തുതിക്കുന്നവന് കിട്ടും, ആരാധിക്കുന്നവന് കിട്ടും, വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവന് കിട്ടും. റിമാനഗസ്യ ദൈവസന്നിധിയിൽ തന്നെത്താൻ അവൈലബിൾ ആക്കി കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് ആ ഒരു കൊയ്ത്ത് റബനഗസ്യാരവാ. സാലറി ഇൻക്രിമെന്റിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, മക്കളുടെ വിസ റെഡിയാകുന്ന കാര്യം മാത്രമല്ലേ, ചില വിവാഹ ശുശ്രൂഷകൾ 26-ൽ നടക്കും. അത് മാത്രമല്ല ഞാൻ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ഫിസിക്കൽ കാര്യങ്ങളെല്ലാം എന്റെ പുറകിലാ. അതിനൊന്നിനും എന്റെ കർത്താവ് ഇന്ന് വരെ മുടക്കം വന്നിട്ടില്ല. എന്റെ സ്വന്തം സഹോദരി ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ കേക്കൽ എനിക്ക് അല്ലെങ്കിലും നുണ പറയാൻ പറ്റത്തില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്റെ ഹല്ലേലൂയ ഫിസിക്കൽ ആവശ്യങ്ങളെക്കാൾ ആമേൻ, ആമേൻ, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ദൈവദാസിമാരെ, എന്നേക്കാൾ പ്രായത്തിൽ കുറഞ്ഞവരെ, ഹല്ലേലൂയ, ഇതൊന്നും അത്ര എളുപ്പമല്ലെന്നേ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ 8 മണിക്കൂർ, 8-2-10 യാത്രയും കൂടെ കൂട്ടി അത് കഴിഞ്ഞു വന്ന് ശുശ്രൂഷയാന്ന് പറഞ്ഞ് പുസ്തകവും പൊക്കി പിടിച്ചോണ്ട് നടക്കല്ലേ. വീട്ടിൽ അച്ചാച്ചനും മക്കൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ ഒരു പേഴ്സണൽ പ്രയർ ഉണ്ട്. അതുകൊണ്ട് 8-10 മണിക്കൂർ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. 3-4 മണിക്കൂർ ഉറങ്ങിയാലും മതി. പക്ഷേ കർത്താവിന്റെ ഫേവർ എന്റെ നിങ്ങളുടെ മേലുള്ളപ്പോൾ നമ്മുടെ വീടിന്റെ വിളക്കാരെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അന്നമ്മ ഡാനിയേൽ, കുഞ്ഞെ, വീടിന്റെ വിളക്ക് നീ തന്നെയാ കേട്ടോ. അതൊരിക്കലും കരിന്തിരിയാവാൻ വിട്ടുകൊടുക്കല്ല. ആമേൻ. ഇടയ്ക്ക് ആമേൻ ഒലിവന്റെ അതിനകത്തോട്ട് ആത്മാവിന്റെ അഭിഷേകത്തോടെ ആരാധിക്കുമ്പോൾ അറിയാതെ ചില അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുന്നത് കാണും. ആമേൻ. ഈ വർഷം ഒരു വിടുതലുണ്ട് കേട്ടോ. ആമേൻ. രഹസ്യമായി ആരും അറിയാതെ കരയുന്ന വിഷയത്തിന്റെ മേൽ അന്നമ്മ ഡാനിയേൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ഒരു മൂടുപടം അഴിച്ചു മാറ്റിയതുപോലെ ദിവസങ്ങളിൽ കർത്താവ് ശോഭയോടെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് യഹൂദയെ പ്രാർത്ഥിക്കുന്ന അഭിഷിക്തദാസിയെ, ഒരു കൊയ്ത്തുണ്ട്, ഒരു കൊയ്ത്തുണ്ട്, ഒരു കൊയ്ത്തുണ്ട്. ലിഷ ജിജോ, പ്രൈസ് ദി ലോർഡ്, ഒരു കൊയ്ത്തുണ്ടെന്ന്. ഡു യു ബിലീവ്? ഹല്ലേലൂയ, ഒരു കൊയ്ത്ത്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മാവിൽ ഒന്നുകൂടെ ശക്തിയോടെ കൃപയോടെ ഓടുവാൻ, ചിലരുടെ ഒക്കെ മുൻപിൽ അഭിഷേകത്തോടെ നിൽപ്പാൻ ഒരു കൊയ്ത്തുണ്ടെന്ന്. റിബാനഗസ്യാരവ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റേച്ചൽ ഫിലിപ്പ്,
ഹല്ലേലൂയ, സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ആമേൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഇന്നുവരെ ഒരച്ചായന്മാരുടെ ഹൃദയത്തിലും ആമേൻ വെളിപ്പെട്ടു വരാത്ത റേച്ചൽ ഫിലിപ്പ് ആ ഡിവൈസിൽ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. പ്രൈസ് കർത്താവിന്റെ ഫേവറിന്റെ വർഷമായി സ്വർഗത്തിലെ ദൈവം പറയുന്നു. റിഗമനഗസ്യാരവ റേച്ചൽ ഫിലിപ്പ് അത് ഏറ്റെടുത്തെങ്കിൽ സേവ ഡെന്നിസ് ഏറ്റെടുത്തോ. കർത്താവിന്റെ പ്രസാദ വർഷം ആമേൻ. എന്റെ അപ്പ ചെയ്യും. അവന്റെ കരങ്ങൾ ബലഹീനമായിട്ടില്ല. ആമേൻ. പ്രാർത്ഥിച്ചത് കേൾപ്പാൻ കാതും ചായ്ച്ച് ചെവികൾ ചായ്ച്ച് ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. പരിഹസിച്ചു പറഞ്ഞവർ പറഞ്ഞു സേവ ഡെന്നിസ് പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും നടക്കത്തില്ല. ചുമ്മാ പുസ്തകം എടുത്തോണ്ട് തെക്കുവടക്ക് നടക്കുന്നതാണെന്ന് പറഞ്ഞ് സേവ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു 86:14 നന്മയ്ക്കായി ചില അടയാളങ്ങൾ 5-ാം മാസത്തിന്റെ 22-ാം തീയതിക്ക് മുൻപേ നന്മയ്ക്കായി ചില അടയാളങ്ങൾ സ്വർഗം പ്രൈസ് ദി ലോർഡ് ചെയ്യുന്നതിനായി കർത്താവിന് നന്ദി പറയണോ. ലമാനക ശതനകരക അൽമന റിഗനഗസ്യ പ്രീതി പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പിന്നെയും ഇടപെടുക. ചില യാത്രകൾക്കായി ദിവസങ്ങളിൽ ഒരുങ്ങിക്കോ കേട്ടോ. എനിക്കില്ലെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു പുസ്തകം കയ്യിലെടുത്തത് കൊണ്ട് നാവിന്റെ മേൽ അധികാരം പകർന്ന് എന്റെ കർത്താവ് ഓടിക്കും. ഒന്ന് നിന്നു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം എന്റെ അപ്പ ക്രമപ്പെടുത്തുന്ന സമയങ്ങളുണ്ട്. വീടിന്റെ അകത്ത് ശമനഗസ്യാരവ അവൻ അസാധ്യമെന്ന് കുഞ്ഞെ നീ പറയുന്ന ചില വിഷയത്തിന്റെ മേൽ ഹാലലി കർത്താവിന്റെ ആത്മാവ് പറയുന്നു. ആമേൻ ആമേൻ. ചില പുതുവഴികൾ ഇന്നലെ വരെ കാണാത്തത് ആമേ സുജാ തോമസ് കഴിഞ്ഞ നാളുകളിലെ വഴി പ്രൈസ് ദി ലോർഡ് നിനക്കറിയത്തില്ലാത്ത വഴികൾ പുതിയതായി ചിലത് തുറന്നു വരും. നിങ്ങൾ പോയ വഴി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പുതിയതൊന്ന് അപ്പ തുറക്കുമെന്ന് പറഞ്ഞാൽ ഡു യു ബിലീവ് ദാറ്റ്? ഹല്ലേലൂയ. പുതിയ ചില വഴികൾ എന്റെ കർത്താവ് തുറക്കും. റബനഗസ്യാരവ ആമേൻ ആമേൻ. യേശുവിന്റെ രക്തത്താൽ. അതുകൊണ്ട് യഹൂദയെ ഒരു കൊയ്ത്ത്. സോഫിയ സെബാസ്റ്റ്യൻ വിശ്വാസമുണ്ടോ ദൈവദാസി? ഹാലേലൂയ. കൊയ്യാൻ പോകുക. ദൈവാത്മാവിനോട് പറയുന്നു 2021 മുതൽ ഭാരപ്പെട്ട ചില സാമ്പത്തിക വിഷയങ്ങളുണ്ട്. കർത്താവേ ഇതെങ്ങനെ തലേന്നൊന്ന് മാറിപ്പോകുന്ന ആമേൻ ആമേൻ. ഭാരപ്പെട്ട ചില വിഷയങ്ങളുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് പറയുന്നു ചില പുതുവഴികൾ ആമേൻ. ആരും കാണാത്തത്, ആർക്കും വെളിപ്പെട്ടു വരാത്തത് എന്റെ കർത്താവ് തുറക്കുമെന്ന് ആത്മാവിൽ പ്രവചിച്ചാൽ വിശ്വാസമുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ആമേൻ. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനെന്ന് വിശ്വസിക്കുമ്പോൾ എന്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് പുത്തൻ വഴികൾ. ഇന്നലത്തെ പഴഞ്ചനല്ല പ്രൈസ് ദി ലോർഡ്. കവാനഗസ്യ സുജാ സ്റ്റാൻലി നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ അതെന്റെ പുറകെ വരും. പക്ഷെ ഞാൻ യഹോവയുടെ ആലയത്തിലാ. നിന്ദിച്ചവരുടെ മുൻപിൽ പരിഹസിച്ചവരുടെ മുൻപിൽ കർത്താവ് പറയുന്നു കൃപയോടെ നിർത്തും കേട്ടോ. എന്തോ ഇത് പറയുമ്പോ ദൈവാത്മാനോട് പറയുന്നു പ്രവചന ശുശ്രൂഷയുടെ ഒരു മാന്റിൽ ദൈവദാസി പ്രൈസ് ദി ലോർഡ് നിങ്ങളുടെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ ഒന്നുകൂടെ ഷാർപ്പൻ ചെയ്ത് അനേകർക്ക് വേണ്ടി ദൈവ ശബ്ദങ്ങൾ നമ്മൾ പറയത്തില്ലേ പച്ചലയും കത്രികയും പോലെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാൻ ഈ പട്ടണത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നടത്തെ ഇന്നാരുണ്ടെന്ന് അഡ്രസ് സഹിതം ഹല്ലേലൂയ ആമേൻ ആമേൻ. പരിശുദ്ധാത്മാവ് മുൻപിൽ കൊണ്ടുവന്ന് കുഞ്ഞെ ആദരിക്കാൻ പോകുക. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹബാ ശബാനഗസ്യ വിജയമ്മ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. കുഞ്ഞെ ഈ സമയത്ത് എസ്തേറേ നീ മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാരുടെ ഉദ്ധാരണവും രക്ഷയും വേറെ എവിടുന്നെങ്കിലും വരുമെന്ന്. എന്താ അർത്ഥം? Hallelujah. This is the time to react. വിജയമാ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ. സങ്കടം അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കണം. സന്തോഷം അനുഭവിക്കുന്നവർ പാട്ടുപാടും. ഹല്ലേലൂയ. ഏലിയാവ് നമ്മളെ പോലെ തന്നെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. പക്ഷേ കർമ്മേലിന്റെ പർവ്വതത്തിന്റെ മുകളിൽ തല മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവനായിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ല. അതെ, ഞങ്ങളുടെ ഡൽഹിക്കാരുടെ ഭാഷയിൽ പറഞ്ഞ എന്തൊരു ഹിമ്മത്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ. വിജയമ്മ സിസ്റ്റർ ഏറ്റെടുത്തോ ഇന്ന് പകൽക്കാലം കുടുംബത്തിന്റെ അകത്ത് രക്തബന്ധങ്ങളെ നോക്കി കുഞ്ഞെ നീ ചിലത് പറയും, അത് അങ്ങനെ തന്നെ. ഇവളാരാ പറയാന്നൊക്കെ ചോദിക്കും കേട്ടോ. പക്ഷെ കർത്താവ് പറയുന്നു അഭിഷേകത്തിന്റെ പുതപ്പ് നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നീ പറഞ്ഞിട്ട് ചിലത് സംഭവിക്കുമെന്ന്. അത് ഇവിടെ വന്ന് ഫേബാന്റിന്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞോണോ? അത് ഈ വർഷം തന്നെ സംഭവിക്കും. കർത്താവ് ചെയ്യുന്നതിനായി
എന്റെ കർത്താവിന് നന്ദി പറയുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ. സൂസൻ രഞ്ജിത ആ ഭവനത്തെ നോക്കി ദൈവാത്മാവ് പറയുന്നു, മരുഭൂമിയുടെ നടുവിൽ ആമേൻ ഒരു നീരുറവയായി. ഇമ്പോസിബിൾ ആണ്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ എന്റെ പൊന്നെ, അവിടെ ഒരു തുള്ളി വെള്ളമില്ലാത്തടത്ത് അവിടുന്ന് നീരുറവ അങ്ങനെ വരുന്നത്. പക്ഷേ എന്റെ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഭയങ്കരമായ കാര്യങ്ങളെ അപ്പാ നീ പ്രവർത്തിച്ചപ്പോൾ നീ അല്ലാതെ ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടിയില്ലെന്ന് ആ കുടുംബത്തിന് പറയാമോ ഇന്ന് പകൽക്കാലം? കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായ വഴികൾ ഇല്ലായ്മയിൽ വഴി നടത്തിയത്, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിദേശ യാത്രകൾ നിങ്ങൾക്ക് തലമുറകൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, കർത്താവ് അത് നിവർത്തിപ്പാൻ ശക്തനായിരിക്കാൻ ഞാൻ എന്റെ കർത്താവിന് നന്ദി പറയുന്നു. രക്തത്താൽ വചനത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. വായിച്ച കുറിവാക്യത്തോട് ചേർന്ന ഒരൊറ്റ റെഫറൻസ് കൂടെ വായിച്ച ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വായിക്കാം ദാനിയേൽ പ്രവചനം 4-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 4:35 എന്ന് വായിക്കാമോ? 4:35. ദാനിയേൽ പ്രവചനം 4:35. അവർ സർവ്വഭൂമികളെ ഭൂവാസികളെ നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. വായിച്ച ദേവദാസ് തന്നെ ദൂത് ഏറ്റെടുത്തു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്റെ പൊന്നു തമ്പുരാനേ, എന്തുവാ എന്റെ കർത്താവെ ചെയ്യുന്നതെന്ന് ചോദിപ്പാൻ എന്റെ കർത്താവ് പ്രവർത്തിച്ചാൽ അത് തടുക്കുവാൻ. യെശയ്യാ പ്രവചനം 14-ലും അതിന്റെ അവസാനവും ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, യഹോവ നിർണയിച്ചിരിക്കുന്നു, അതിനെ മുടക്കുന്നവൻ ആര്? വിശ്വാസമുണ്ടോ ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. ആനി തോമസ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അവന്റെ കരത്തെ ബന്ധിപ്പാൻ, അവനെ തടുക്കുവാൻ, മതി കർത്താവെ ഫേബാന്റിക്ക് ചെയ്യണ്ട എന്ന് പറയാൻ, അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുപ്പാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഹല്ലേലൂയ, എന്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ അറിയാത്ത ചില വൻ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ദാനിയേൽ, എന്റെ പൊന്നു രാജാവേ, നീ കഴിക്കുന്ന ഈ ഭക്ഷണം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാനും എന്റെ പിള്ളാരും ഞങ്ങളെ അശുദ്ധമാക്കത്തില്ല എന്ന് പറഞ്ഞ് സമർപ്പിച്ച ഭക്തന്റെ മുൻപിൽ അവന്റെ ഡിവൈൻ കോളിംഗ്, അവന്റെ വിശുദ്ധ വിളി തിരിച്ചറിഞ്ഞത് കൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, ബിനു, അജു, പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഒരു നന്മയ്ക്ക് മുടക്കം അവൻ ഇന്നലെ വരെ വരുത്തിയില്ലല്ലോ, ഇനി മേലാലും നടത്തത്തില്ല. 9-ാം മാസത്തോടെ ഒരു ഭയങ്കര സാക്ഷ്യം, ആമേൻ. ഹാലിൽ പ്രാർത്ഥിച്ചത് രഹസ്യമായിട്ടാണെങ്കിലും വീടടക്കം സഭയടക്കം ആനന്ദിക്കുന്നത് പോലെ പരസ്യമായ ചില ദൈവപ്രവർത്തികൾ കുടുംബത്തിന്റെ അകത്ത് ചെയ്ത. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചുമ്മാതെ ഒരു ഭംഗിവാക്കല്ല കേട്ടോ, ഞാൻ കേൾക്കുന്ന ദൈവ ശബ്ദമാണ്. നിങ്ങൾ എഴുതി വെച്ചോ, പൂർണ്ണമായി അത് നിവർത്തിപ്പാൻ എന്റെ കർത്താവ് ശക്തനായി. ഇതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റീകാ മനഗസ്യ രഗനഗ അൽമന റിഗന്തനാദിയ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധന്റെ കരം റീബാനഹസ്യാരവ കഴിഞ്ഞ നാളുകളെക്കാൾ അധികമായി എത്ര പേരൊന്ന് സമർപ്പിക്കും? ജെമി മാത്യു, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഒന്നുകൂടെ വേഗത കൂടുകയാ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ഹല്ലേലൂയ. ദൈവവചനം പറയുന്ന ആവർത്തനം 11:12, യഹോവയുടെ ദൃഷ്ടി ആണ്ടിന്റെ 1-ാമത്തെ തീയതി മുതൽ ജെമി സിസ്റ്ററേ, ആമേൻ, അവരുടെ മേൽ, അവന്റെ മേൽ, നിങ്ങളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ വാലല്ലേ തലയാക്കും. ജെമി സിസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ചില ശൂന്യതകൾ ഇന്ന് പകൽക്കാലം, ആമേൻ, അവൻ സകല ഭൂവാസികളെയും നാസ്തിത്വത്തിന്റെ മേൽ, ഇല്ലാത്തതിന്റെ മേൽ, പ്രൈസ് ദി ലോർഡ്. അയൽവക്കത്തിരുന്ന് പറയുന്ന മറ്റേ പുള്ളിയെ പേടിക്കേണ്ടത്, കാരണം പ്രവർത്തിപ്പാൻ എന്റെ കർത്താവ് ശക്തൻ. റീബാനഹസ്യ, ആമേൻ. അവര് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവര് വഴിയിലിട്ട കോഴിത്തല ചവിട്ടി കടന്നു പോയാലും, പ്രൈസ് ദി ലോർഡ്, പാരമ്പര്യങ്ങളൊക്കെ മാറട്ടെ. നിമ്മി ജോസഫ്, വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. കവനവസ്യ, നിന്റെ നന്മയ്ക്കെതിരായി മറ്റേ അപ്പുറത്തെ അച്ചായനോ അമ്മാമയോ അവിടെ നിന്ന് ചെയ്ത് നിന്റെ മുൻപിലിട്ടാലും രക്തത്തിന്റെ ഓട്ടയോളം നിന്റെ മേൽ, തലമുറകളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ ഉള്ളത് കൊണ്ട് സംഹാരദൂതൻ ദൈവാത്മാവിനോട് ചില അകാല മരണങ്ങൾ ഭവനത്തിൽ നിന്ന് കർത്താവ് അഴിച്ചു മാറ്റി. അതുകൊണ്ട് ജീവൻ പുതുക്കത്തിൽ നിന്ന് പാട്ട് പാടിക്കാണോ, മുൻനിരയിൽ നിന്ന് കർത്താവിന്റെ വേല ചെയ്തോണം. റബനഗസ്യ, ഒരു കമാൻഡായി പരിശുദ്ധ ആത്മാവ് പറയുക,
കാരണം കൊണ്ടുവന്നത് എന്റെ അപ്പായുടെ കരമാണെന്നേ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന റിബനഗസ്യ രാജി. പ്രിയ ദൈവദാസി, ആർക്കും എതിർപ്പാൻ കഴിയാത്ത പരാക്രമവും ശക്തിയും എന്റെ കർത്താവിനുണ്ടെന്ന് രാജീസ് എന്ന് പറയാമോ? ഹല്ലേലൂയ. നിവർത്തിപ്പാൻ ശക്തൻ, തന്റെ നാമത്തിന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത കർത്താവ് ഇന്ന് വൽക്കാലം എന്നോട് നിങ്ങളോട് പറയുക. ഹല്ലേലൂയ. റിബനഗസ്യ, ഞാനുണ്ട് കുഞ്ഞ്. പ്രീത, അടിവയസ്സിലായിരിക്കും ദേവദാസി, വിശ്വാസമുണ്ടോ? മത്തായി സുവിശേഷം 14-ാം അധ്യായത്തില് കാറ്റും കോളും കണ്ട്, ആമേൻ, കൊടുങ്കാറ്റ് കണ്ട്, പേമാരി കണ്ട് എല്ലാം പേടിച്ചിങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് വന്ന് എടാ കുഞ്ഞുങ്ങളെ, പേടിക്കണ്ട, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് അരുളി ചെയ്തതുപോലെ കാറ്റിനോട് അടങ്ങുക, അനങ്ങാതിരിക്കുക, ശാന്തമാകാൻ കടലിനോട് കൽപ്പിച്ചവൻ. പ്രീതാശ്രയ വിശ്വാസമുണ്ടോ? പ്രത്യാശയുണ്ടോ? ഏറ്റെടുത്തോ? ഹല്ലേലൂയ. കാരണം ഈ ഒരു വർഷക്കാലം ഏത് കൊടുങ്കാറ്റ ആഞ്ഞടിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. കർത്താവിന് പൂർണ്ണ നിയന്ത്രണം പടകിന്റെ അകത്തങ്ങ് കൊടുത്താൽ മതി. വിടുവിക്കുന്നവൻ ഇന്ന് പകൽക്കാലം കൂടെയുണ്ട്. ലംഷാരവനഗസ്യ. അതുകൊണ്ട് ഹല്ലേലൂയ, ഭാരപ്പെട്ടു പോകാതെ ആമേൻ റിബാനഗ ശംദരേ ആമേൻ ഫേവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ആട്ടിടയന്മാരെ കുറിച്ച് ലൂക്കോസ് സുവിശേഷം 2:15 കാണുന്നുണ്ട്. പാവങ്ങളാ, അക്ഷരാഭ്യാസമില്ല, കുളിച്ചിട്ട് എത്ര ദിവസമായെന്ന് അറിയത്തില്ല, കീറിയ തുണിയായിട്ടിരിക്കുന്നല്ലേ. പ്രൈസ്. ആട്ടിടയനെ കാണാത്തവരെ പോലെ എന്നെ നോക്കാതെ. ഹല്ലേലൂയ. ഞാനൊരു കുഞ്ഞു ഗ്രാമത്തിലാ ജനിച്ചു വളർന്ന പാവങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഈ സ്ഥിതി വലിയ ആമേൻ വലിയതൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇന്ന് വരെ കൊണ്ടുവന്ന കർത്താവിന് സ്തോത്രം. അപ്പോ ആട്ടിടയന്മാർക്കൊരു നല്ല ഗുണമുണ്ടായിരുന്നു. 2:15 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സദ്വർത്തമാനം ഇവർ കേട്ടപ്പോൾ ആമേൻ യുവമാരെല്ലാം കൂടെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, വാടാ മക്കളെ, നാം ഒരുമിച്ചു ചെന്ന് ബത്ലഹേമിൽ ചെന്നിട്ട് ഈ മഹാസംഭവം എന്തെന്ന് കാണാം. ഹലോ, എന്തു മനസ്സിലായി? ഒരു ഒത്തൊരുമയുടെ വർഷം. ഹേബാൻഡി, പുതിയ ചില ദൈവദാസിമാരെ കർത്താവ് കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് കൈത്താങ്ങ് തരുന്നവർ, ദൈവദാസിയോട് നല്ല വർത്തമാനം പറയുന്നവർ, അത്യാവശ്യം ചില ഫിനാൻഷ്യൽ കൈത്താങ്ങ് തരുന്നവർ. ആമേൻ. ഞാൻ ആ ദൈവശബ്ദമാ കേൾക്കുന്നത്. കർത്താവ് ഈ പുതിയ വർഷത്തിൽ പുതിയത് ചിലത് കൂട്ടിച്ചേർത്ത് ശുശ്രൂഷ വളരുവാൻ, യേശുവിനെ കേട്ടിട്ടില്ലാത്ത അനേകർ, മനസമാധാനമില്ലാത്ത അനേക ഭവനങ്ങളിൽ ദൈവശബ്ദം എത്തിക്കാൻ ഈ പ്ലാറ്റ്ഫോമിനെ എന്റെ പൊന്നു കർത്താവ് ഒന്നുകൂടെ വിപുലീകരിക്കുക. വേവാൻഡി, കേബാർ നദിയുടെ തീരത്ത് എന്റെ ഭക്തൻ അവിടെ ഒറ്റയ്ക്കിരുന്നപ്പോൾ യഹോവയുടെ അരുളപ്പാട്, യഹോവയുടെ ആത്മാവ് എസെക്കിയേലിന്റെ മേൽ വന്നതുപോലെ പത്മോസിന്റെ ഏകാന്തതയിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിന്റെ നടുവിൽ ഒറ്റയ്ക്കാമേൻ താൻ അവിടെ ഇരുന്നപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ, എടാ കുഞ്ഞേ, നീ ഇങ്ങോട്ട് കയറി ഒന്ന് വാ, എന്റെ അടുത്ത് മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ അറിയിച്ചു തരാമെന്ന് അറിയിപ്പിച്ച അതേ ദൈവശബ്ദം ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ദിനത്തിൽ ഡാർലി പ്രകാശ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ ദോഷം ചെയ്യാത്ത തമ്പുരാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യോബ് പറഞ്ഞതുപോലെ ഒരു സാക്ഷ്യം മാത്രം ദൈവദാസി പറഞ്ഞാൽ മതി. കർത്താവേ, നിനക്ക് സകലവും കഴിയും. ഓ, നിന്റെ ഉദ്ദേശങ്ങൾ, നിന്റെ പർപ്പസ് ഒന്നും അസാധ്യമല്ലപ്പാ. അതെനിക്ക് വേദനയായി ഭാരമായി തോന്നിയാലും കർത്താവേ, അതിന്റെ നടുവിൽ നീ എന്നെ ജീവിപ്പിക്കുന്ന ദൈവം. ആമേ. സകല കണ്ണുകളും അടയാ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. എന്റെ പ്രൈസ് മെസ്സേജ് ഒത്തിരി ദൈവജനം ദൈവാത്മാവ് തന്നുകൊണ്ടിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, കേൾക്കപ്പെട്ടതിന്റെ മുൻപിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, 1-ാം മാസത്തിന്റെ 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് കേൾപ്പാൻ ഹല്ലേലൂയ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതലായി ആമേൻ ആമേൻ ഉപവസിപ്പാൻ, കഴിഞ്ഞ നാളുകളേക്കാൾ മറിയാമ്മ തോമസ് ആണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയ മാതാവിനെ നോക്കി പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി കരഞ്ഞത് കണ്ണുനീരിന്റെ മറുപടിയുമായി ഈ തലമുറയുടെ നടുവിൽ എന്റെ കർത്താവ് പ്രൈസ് ദി ലോർഡ് ജയത്തിന്റെ കൊടിയാകുന്നവൻ ഭവനത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ. റീമാനഗസ്യ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. ഓ റബ ഷമാനഗസ്യ. പ്രൈസ് ദി ലോർഡ്. ഡെയ്സി ജോൺ, ആറ്റിന്റെ അരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം, അതിന്റെ ഇല വാടി പോകാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. സമയത്തും അസമയത്തും അതേ കരച്ചിലോടെ കണ്ണുനീരോടെ നിലവിളിയോടെ ഈ വർഷത്തിന്റെ 7-ാമത്തെ മാസത്തിന്റെ 10-ാം തീയതി കഴിയുന്നതിന് മുൻപേ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ദൈവശബ്ദം ഭവനത്തിന്റെ അകത്ത് ഹല്ലേലൂയ അയച്ച് മാനി
സഹായിക്കുന്ന കർത്താവിന്റെ കരം. ആരൊക്കെ ഇന്നലകളിൽ നിന്നെ തള്ളിക്കളഞ്ഞോ, ചിലരൊക്കെ പ്രാർത്ഥന ചോദിച്ച് അടുത്തു വരുന്നത് പോലെ പരിശുദ്ധാത്മാവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതിനാൽ കേൾക്കപ്പെട്ട ദൈവശബ്ദം, അപ്പാ ആമേൻ, ഈ 1-ാം തീയതി ഞാൻ എന്നെ തന്നെ, എന്റെ ഹൃദയത്തെ, എന്റെ ജീവിതത്തെ, എന്റെ ഭവനത്തെ, എന്റെ ഇടപാടുകളെ, എന്റെ രഹസ്യ ജീവിതത്തെ, ആമേൻ, റോമാലേഖന 12:2 പറയുന്ന പോലെ ഈ ലോകത്തിന് അനുരൂപമാകത്തില്ല, ലോകക്കാര് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യത്തില്ല, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ഓരോ നിമിഷവും അന്വേഷിച്ചുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ, മനസ്സ് പുതുക്കി ദൈവകൃപയിൽ നിൽപ്പാൻ, ആമേൻ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ലിസി ഡാനിയേൽ, ആമേൻ, ഹല്ലേലൂയ, വിതച്ചത് കരഞ്ഞോണ്ടാകട്ടോ, പക്ഷെ കൊയ്തെടുക്കും കുഞ്ഞെ, കൊയ്തെടുക്കും, സന്തോഷത്തോടെ കൊയ്തെടുക്കും. റമനഗസ്യാരവ. അതുകൊണ്ട് അപ്പായോട് പറയാം, പൊന്നു തമ്പുരാനേ, ഞാൻ യഹൂദയായതുകൊണ്ട്, ഞാൻ സ്തുതിക്കുന്നവനായതുകൊണ്ട്, ന്യായാധിപന്മാർ 1:1 പറയുന്നു, പുറപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ റിഗമനാസ്യ, സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞടാ കുഞ്ഞേ, യഹൂദ ജോഷുവയോടാകട്ടെ, മോശയല്ല, ജോഷുവയോട് പറഞ്ഞടാ കുഞ്ഞേ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, യഹൂദ പുറപ്പെടട്ടെ, യഹൂദ പുറപ്പെടട്ടെ. അതുകൊണ്ട് ജയിച്ചവൻ, പ്രൈസ് ദി ലോർഡ്, സ്തുതിക്കുന്നവൻ, ആരാധിക്കവൻ എന്ന പകൽക്കാലം അയൽവക്കംകാരോട് മല്ലിടുന്ന കാര്യമല്ലേ പറഞ്ഞത്? റിഗമനഗസ്യ, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ ശക്തികൾ എനിക്കും നിങ്ങൾക്കും എതിരായി മറഞ്ഞിരുന്ന, അമ്പെയ്തു വിടുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ചില മൂർഖന്മാരുടെ ഹൃദയത്തിൽ എന്റെ കർത്താവ് പ്രവർത്തിക്കേണ്ടതിന് ശോഭന ട്രിവാൻഡ്രം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. സമയത്തും അസമയത്തും രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് മല്ല് പിടിച്ച് കർത്താവിനോട് ചോദിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ 2026 പ്രാർത്ഥനാ വിഷയങ്ങളുടെ ചില മറുപടിയുമായി സ്വർഗം, ഹല്ലേലൂയ, ഒരു വ്യക്തി കടന്നു വരുന്നത് പോലെ ഇറങ്ങി വരുന്ന സമയങ്ങളുണ്ട്. ആമേൻ, ഒറ്റപ്പെടലിന്റെ, കണ്ണുനീരിന്റെ, ആമേൻ, വൈധവ്യത്തിന് അവസ്ഥകളെ മാറ്റി സ്വർഗം മറിയുന്നു. ഹല്ലേലൂയ. വലം കൈക്ക് പിടിച്ചവൻ ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അപ്പയോട് പറയാം, അപ്പാ, ഇന്നലത്തേക്കാൾ അധികമായി പ്രാർത്ഥിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ, മനോഭാരത്തോടെ അപ്പാ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എന്റെ ഹല്ലേലൂയ അയൽവക്കംകാർക്ക് വേണ്ടി കുഞ്ഞെ, പ്രൈസ് ദി ലോർഡ്, ഈ വർഷക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ തലമുറകൾ, പ്രൈസ് ദി ലോർഡ്, നിർബന്ധത്താൽ ക്രൂശിനെ ഒന്ന് പിടിച്ചു കൊടുത്തതേ ഉള്ളൂ. റോമാലേഖനം 16 തലമുറകളിലെ എല്ലാ അമ്മമാരും തലയിലോട്ട് കൈവച്ച് ദൂതിനെ സ്വീകരിച്ചോ. നിങ്ങളുടെ തലമുറകൾ, ഹല്ലേലൂയ, കർത്താവിൽ ആയിത്തീരാൻ പോകുക. അവർ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കുന്നവരായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. അവർ ലോകത്തിൽ ഉന്നതരും, ആമേൻ, കർത്താവിൽ പ്രസിദ്ധരുമാകുക. അമ്പിളി ഏറ്റെടുത്തോ. ഹല്ലേലൂയ. തലമുറകൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന, ആമേൻ, ഒരു വിശുദ്ധ പീഡിയായി, ഒരു ആമേൻ, ഹോളി ജനറേഷനായി എന്റെ നിങ്ങളുടെ തലമുറകളെ അന്ത്യകാലത്തിന്റെ, ആമേൻ, അഭിഷേകത്തോടെ ഒരു ചെറിയ ശേഷിപ്പായി എന്റെ കർത്താവ് നിർത്തുമെന്ന് വിശ്വാസമുള്ളവർ, അവർ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഈ 2 കൂട്ടവും എന്റെ ഭവനത്തിലുമുണ്ട്. പക്ഷെ എന്റെ പ്രാർത്ഥന, കർത്താവേ, ഇതിനേക്കാൾ അധികമായി ഇവരുടെ മരണം വരെ ഈ കറുത്ത പുസ്തകം എന്റെ മക്കളുടെ കയ്യിൽ നിന്ന് മാറ്റിക്കളയരുതേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഇന്ന് എഴുതി വെച്ചോ. കർത്താവ് അതിന്റെ പൂർണ്ണതയിലേക്ക് ഈ വർഷം നമ്മളെ അത് കാണിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഉപവസിപ്പാൻ, ഒത്തിരി പ്രാർത്ഥിപ്പാൻ, വല്ലാത്ത നാശകരമായ, നശ്വരമായ അവരുടെ ജീവിത സാഹചര്യം നടുവിൽ നമ്മുടെ മക്കൾ കുടുങ്ങിപ്പോകാതെ കർത്താവിന്റെ വചനത്തിൽ അവരുടെ ചുവടുകൾ മുന്നോട്ടായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ഉപവസിക്കും, ഞാൻ കരയും, ഞാൻ ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കുമെന്ന്, വിശ്വസ്തയോടെ നിൽക്കുമെന്ന് കേട്ട വചനപ്രകാരം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. വല്ലപ്പോഴും ഒഴുകി പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ ഇത് മറന്നു കളയല്ല കേട്ടോ. ഇത് ധ്യാനിച്ചുകൊണ്ട് ഈ മുഴുവൻ ദിവസങ്ങൾ മുൻപോട്ടായിരിക്കുമ്പോൾ ജയത്തിന്റെ കൊടിയാകുന്ന യഹോവ നിസ്സി